നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ സാർ വരാൻ പറഞ്ഞു? താൻ വരാൻ ലേറ്റ് ആയത് നന്നായി. അല്ലെങ്കിൽ DGP എന്നോട് തീർത്ത ഭ്രാന്ത് ഞാൻ തന്നോട് തീർത്തേനെ. എടോ, മിനിസ്റ്ററുടെ മകനെ വധിക്കാൻ ശ്രമിച്ച പ്രതിയെ പിടികൂടാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളെല്ലാം പോലീസ് പണി മതിയാക്കി പോകുന്നതാ നല്ലത്. ഇത് എന്റെ അഭിപ്രായമല്ല, DGPയുടെ. എടോ, വല്ലാത്തൊരു പ്രതിസന്ധിയിലാണോ നമ്മള്. ആ പ്രതിയെ പിടിക്കാൻ ഏതെല്ലാം വഴിയെ നമ്മൾ പോയി, ആരെയൊക്കെ ചോദ്യം ചെയ്തു, ഒരു തുമ്പും കിട്ടിയില്ല. എടോ, ആ മിനിസ്റ്ററുടെ മകനെ ആ പ്രതി അറ്റാക്ക് ചെയ്ത ഒരു മോട്ടീവ് പോലും വ്യക്തമല്ല. സാർ, ഞാനൊരു വഴി പറഞ്ഞുതരാം. ഇനി താനൊരു വഴി പറ, നമുക്ക് ആ വഴിയെ പോയി നോക്കാം. റോസ്മേരി ഹോസ്റ്റലിൽ വെച്ചിട്ട് നമ്മൾ പരിചയപ്പെട്ട ആ തിരുമേനിയില്ലേ? സൂര്യമംഗലത്തെ തിരുമേനിയല്ലേ? അതെ സാർ, അദ്ദേഹം നല്ലൊരു നിമിത്ത ശാസ്ത്രക്കാരനാണ്. പല കേസുകളിലും തുമ്പുണ്ടാക്കാൻ നമ്മളെ സേനയിൽ പെട്ടവർ തന്നെ അദ്ദേഹത്തെ രഹസ്യമായിട്ട് കാണാറുണ്ട് സാർ. അങ്ങനെയും നടക്കുന്നുണ്ടോ? എന്നിട്ട് തുമ്പ് വല്ലതും ഉണ്ടായിട്ടുണ്ടോ? പല കേസുകളും തെളിഞ്ഞിട്ടുണ്ടെന്നാ കേട്ടിട്ടുള്ളത്. എന്നാ പിന്നെ ഈ നാട്ടിൽ പോലീസിന്റെ ആവശ്യമുണ്ടോ? കേസ് തെളിയിക്കാൻ സൂര്യമംഗലത്ത് തിരുമേനി ഏൽപ്പിച്ചാ പോരെ. ഇതുപോലെ വഴിമുട്ടി നിൽക്കുന്ന കേസുകൾക്ക് വഴിത്തിരിവുണ്ടാക്കാൻ തിരുമേനിക്ക് കഴിയും സാർ. നമുക്ക് സൂര്യമംഗലം തിരുമേനിയെ ഒന്നുപോയി കണ്ടാലോ? എടോ, അതൊക്കെ അന്ധവിശ്വാസമല്ലേ, നമുക്ക് പോലീസുകാർക്ക് പറ്റിയ പണിയല്ല. സാർ, നമ്മൾ ഇത്രയും പരിശ്രമിച്ചിട്ടും പ്രതിയെ കിട്ടിയില്ലല്ലോ സാർ. ആ വഴി ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ സാർ? സാർ, ഇതൊന്നും ആരും അറിയാൻ പോകുന്നില്ല. ആ റോസ്മേരി ഹോസ്റ്റലിൽ താമസിക്കുന്ന 5 പിള്ളേരിൽ വൃന്ദ എന്ന കുട്ടിയുടെ ആ മുത്തശ്ശനല്ലേ അദ്ദേഹം? അതെ സാർ. ആ പെൺകുട്ടിയുടെ നമ്പർ ഉണ്ടോ ഇവിടെ? ആ 5 പിള്ളേരുടെ നമ്പർ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് സാർ. ഗുഡ്. താൻ എനിക്ക് ആ കുട്ടിയുടെ നമ്പർ എടുത്തോ. ശരി സാർ, ചെലു. റൂമില് ഡിസിപ്ലിൻ വേണമെന്ന് പറഞ്ഞ അത് മാത്രം ആർക്കും പറ്റൂല. എല്ലാം വലിച്ചു വാരിയിട്ടിട്ട് പോയാ അടുക്കി വെക്കാൻ വൃന്ദ ഉണ്ടല്ലോ ഇവിടെ. 4 എണ്ണം ഇങ്ങോട്ട് വരട്ടെ, നല്ലത് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇതെങ്ങനെയാ താഴെ വീണ്? ഇത് മായ്ച്ചു കളയാൻ എന്താ വഴി? ആ മന്ദാകിനി ചേട്ടത്തി ഭിത്തി വൃത്തികേടാക്കി. ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഹലോ, വൃന്ദ തിരക്കിലാണോ? ഞാൻ ACP ഇന്ദ്രജിത്താണ്. മനസ്സിലായോ? മനസ്സിലായി സർ. ഞാൻ ജോലി തിരക്കില്ല. അല്ല, കൂട്ടുകാരികളൊക്കെ അടുത്തുണ്ടോ? ആരും കൂടെയില്ല, ഞാനിവിടെ തനിച്ചേ ഉള്ളൂ. അത് ശരി. അല്ല, ബാക്കി 4 പേരും കൂടി റൂമിലെ ജോലിയെല്ലാം വൃന്ദയെ കൊണ്ടാണോ ചെയ്യിക്കുന്നത്? ഈ ജോലിയൊക്കെ ഞാൻ ചെയ്താലേ ശരിയാവും. അതുകൊണ്ടാ അവരെ കൊണ്ട് ചെയ്യിക്കാതെ ഞാൻ തന്നെ ചെയ്യുന്നത്. ഓ, അല്ല, സാർ എന്തിനാ എന്നെ വിളിച്ചേ?
അല്ല അത് എനിക്ക് വൃന്ദയോട് മാത്രമായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. സാറിന് എന്നോട് എന്താ സംസാരിക്കാനുള്ളത്? അത് ഫോണിൽ കൂടെ സംസാരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. എനിക്ക് വൃന്ദയെ പേഴ്സണലായിട്ടൊന്ന് കാണണമായിരുന്നു. കാണുമ്പോ കാര്യം നേരിട്ട് പറയാം. തന്നെ എപ്പോഴാ ഒന്ന് കാണാൻ കിട്ടുക? അത് പിന്നെ സർ, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊന്ന് ചോദിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് പറയാം. തന്റെ കാര്യങ്ങൾ ഫ്രണ്ട്സ് ആണോ തീരുമാനിക്കുന്നത്? അല്ല, ഞങ്ങളെ എന്ത് കാര്യങ്ങളും 5 പേരും കൂടി ആലോചിച്ചേ ചെയ്യാറുള്ളൂ സർ. അതെന്തെങ്കിലും ആവട്ടെ. ഞാനേ ഒരു 4 മണിക്ക് പാർക്കിലെത്തും. താനും അവിടെ എത്തണം. ഞാനിവിടെ ഉണ്ടാവും. ഓക്കെ? ACP എന്തിനായിരിക്കും എന്നെ കാണാനായിട്ട് വിളിക്കുന്നത്? ഈ വിളിയിൽ എന്തോ വേലത്തരം ഉണ്ടല്ലോ. നിന്നെ വിളിച്ചോ? ACPക്ക് ഇനി നിന്നോടെങ്ങാനും പ്രേമമായിട്ടാണോ? ഇല്ലാത്ത കാര്യം പറയല്ലേ. പിന്നെന്തിനാ ACP നിന്നെ വിളിച്ചേ? ഞങ്ങള് 4 പേര് ഇവിടെ ഉള്ളപ്പോ നിന്നെ ACP വിളിച്ചേ? അയാള് പൊതുവേ ഒരു പഞ്ചാരക്കുട്ടപ്പനാ. നിന്നെ മാത്രം വിളിച്ചിട്ട് പാർക്കിൽ വരാൻ പറയണെങ്കിലേ അതെന്തോ സംതിങ് സ്പെഷ്യൽ അല്ലേ? എന്ത് സ്പെഷ്യൽ? ഒന്നുമില്ല. ഉണ്ട്. ACPക്ക് വൃന്ദയോട് എന്തോ ഒരു ഇതുണ്ട്. അതിന്റെ പേര് പ്രേമൊന്നല്ലെങ്കിൽ പിന്നെന്ത് പറയും? ആ, എനിക്കറിയില്ല. നിനക്കറിയില്ലെങ്കിലേ ഞങ്ങൾക്കറിയാം. എടി, ഇതിനു മുൻപേ വേറെ ആരെങ്കിലും നിന്നോട് ഇതുപോലെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ഏയ് ഇല്ല. എന്നോട് ഒരുത്തൻ സംസാരിച്ചിട്ടുണ്ട്.